നമസ്കാരം. മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. മൂന്നാം ഊഴം ഉറപ്പായിട്ടും 370 എന്ന മാസ്മരിക സംഖ്യയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന അപ്രതീക്ഷിത നീക്കങ്ങളിൽ പ്രതിപക്ഷം തകരുന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ലെങ്കിലും ഇതുവരെ ചിത്രത്തിൽ പ്രതിപക്ഷത്തിന് വലിയ റോളില്ല. റാലികളും പ്രതിഷേധങ്ങളും പ്രസംഗങ്ങളും നടത്തുന്നതല്ലാതെ ഒരോളവും സൃഷ്ടിക്കാനാകാതെ പ്രതിപക്ഷം പകച്ചു നിൽക്കുകയാണ്. തിരഞ്ഞെടുപ്പ് അടുക്കും തോറും മോദിയും അമിത്ഷായും ഇനിയും ആവനാഴിയിലെ ഏതൊക്കെ അസ്ത്രങ്ങളാണ് പുറത്തെടുക്കുക എന്നറിയാതെ കോൺഗ്രസും രാഹുലും അന്തം വിട്ടിരിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ മത്സരിച്ചാൽ കെട്ടിവെച്ച കാശ് കിട്ടില്ലെന്നുറപ്പുള്ളതുകൊണ്ട് രാഹുൽ ഇക്കുറിയും വയനാട്ടിലേക്ക് വണ്ടി കയറിയത് വെറുതെ അല്ല. ജനുവരി 23 അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടെ നരേന്ദ്രമോദി രാജ്യത്തിന്റെ ഭരണം തന്റെ കയ്യിലാണെന്ന് ഊട്ടിയുറപ്പിക്കുകയായിരുന്നു. കോൺഗ്രസ് ചടങ്ങിന് പോയില്ലെങ്കിലും എതിർക്കാൻ പോലും കഴിയാത്ത ദയനീയ സ്ഥിതിയിലായിരുന്നു. പല കോൺഗ്രസ് നേതാക്കളും വ്യക്തിപരമായി പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുകയും മറ്റു ചിലർ പിന്നീട് ദർശനം നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ തൊണ്ടയിൽ നിന്ന് ഇറക്കാനും വയ്യ, ഛർദ്ദിക്കാനും വയ്യ എന്ന അവസ്ഥയിലായിപ്പോയി കോൺഗ്രസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ കുരു പൊട്ടുന്ന മറ്റൊരു പ്രഖ്യാപനം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നടത്തിയത്. അദ്ദേഹം ഇന്ത്യ മുന്നണി സഖ്യം അവസാനിപ്പിച്ച് BJPക്കൊപ്പം ചേർന്ന് ഒറ്റ ദിവസം കൊണ്ട് പുതിയ സർക്കാരുണ്ടാക്കി. നിതീഷിനെ നമ്പിനാൽ ഉജ്ജ്വലമായിരിക്കുമെന്ന് രാഹുലും ടീമും അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. എന്നാൽ ഡൽഹിയിലെ രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ മറ്റൊരു കരക്കമ്പി പ്രചരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ബീഹാറിൽ നിതീഷിന് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും നിർദ്ദേശിച്ചതനുസരിച്ചാണ് RJD കോൺഗ്രസ് സഖ്യത്തിൽ ചേർന്ന് മുഖ്യമന്ത്രിയായതും പ്രതിപക്ഷ പാർട്ടികളെ ചേർത്ത് ഇന്ത്യ സഖ്യം രൂപീകരിച്ചതും പിന്നീട് തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ വെച്ച് നിതീഷ് കാലുവാരിയതും. അതോടെ ഇന്ത്യ സഖ്യം ഞാനും ജോജിയും തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്ന് പറയുന്ന പോലെയായി. അതിൽ നിന്ന് കരകയറാൻ അവർക്ക് ഇതുവരെ ആയിട്ടില്ല. രാഹുലിന്റെ ഭാരത് ജോഡോ യാത്ര 2.0 നിക്കണോ പോണോ എന്ന അവസ്ഥയിലായി. അതിനിടെ അജിത് പവാറിന്റെ NCPക്ക് പാർട്ടി ചിഹ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചു. അതോടെ ഇന്ത്യ മുന്നണിക്കൊപ്പമുള്ള ശരത് പവാർ ആപ്പിലായി. പവാർ BJP സഖ്യത്തിലേക്ക് പോകുമോ എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലെ 6 MLAമാർ മുന്നണി വിട്ട് BJPക്കൊപ്പം ചേരാൻ തീരുമാനിച്ചതോടെ അടുത്ത പ്രതിസന്ധി ഉടലെടുത്തു. ഇതിനിടെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം 6 പേരെയും അയോഗ്യരാക്കിയതോടെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എങ്കിലും കാര്യങ്ങൾ അത്ര ഭംഗിയല്ല. മധ്യപ്രദേശിൽ PCC പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ട കമൽനാഥും മകനും BJPയിൽ ചേരാനായി വിമാനം കയറി ഡൽഹിയിലെത്തിയതാണ്. BJPക്ക് കമൽനാഥിനോട് വലിയ താല്പര്യം ഇല്ലാതിരുന്നതുകൊണ്ട് ആ മലക്കം മറിച്ചിൽ നടന്നില്ല. കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന പല നേതാക്കളും അസംതൃപ്തരാണെന്നാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. പഴയ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് രാജ്യത്തെ മുത്തശ്ശി പാർട്ടിക്ക് ഈ ഗതികേട് ഉണ്ടാകുന്നത്. മതേതരത്വവും ഗാന്ധിസവും ഉയർത്തിപ്പിടിക്കുമ്പോഴും മൃദു ഹിന്ദുത്വം ഉപേക്ഷിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. അതുകൊണ്ട് BJP തെളിക്കുന്ന വഴിയിലൂടെ കോൺഗ്രസിന് പോകേണ്ടി വരുന്നു. അല്ലാതെ അവർക്ക് സ്വന്തമായി യാതൊരു നിലപാടുമില്ല. രാഹുൽ ഗാന്ധി ഒരു വഴിക്കൂടെ പാർട്ടിയെ ശക്തമാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ചില നേതാക്കൾ BJPക്കൊപ്പം പോയിട്ടുണ്ടാകും. ഹിന്ദി ഹൃദയഭൂമിയായിട്ടുള്ള സംസ്ഥാനങ്ങളിലെല്ലാം BJPക്കൊപ്പം നിൽക്കാതെ രക്ഷയില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലാകുന്നു. കർപ്പൂരി ഠാക്കൂറിന് കേന്ദ്രം ഭാരതരത്ന പ്രഖ്യാപിച്ചതോടെയാണ് നിതീഷ് കുമാർ NDAയ്ക്കൊപ്പം ചേർന്നതെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും അതൊരു കാരണം മാത്രമാണ്. അതിനു മുൻപേ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചുവെന്ന് മുൻപ് പറഞ്ഞല്ലോ. ആ തിരിച്ചടിയിലും വലിയ തിരിച്ചടി മോദി നൽകിയത് നരസിംഹറാവുവിന് ഭാരതരത്നം നൽകിയതാണ്. ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് റാവു ആയിരുന്നു പ്രധാനമന്ത്രി. 13 ഭാഷകൾ സംസാരിക്കാനും എഴുതാനും അറിയാവുന്ന അദ്ദേഹം അന്നൊരക്ഷരവും മിണ്ടാതിരുന്നതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായിരുന്നത്. റാവു മരിച്ച ശേഷം കോൺഗ്രസ് അധികാരത്തിലെത്തിയെങ്കിലും അദ്ദേഹത്തിന് അർഹമായതൊന്നും നൽകിയില്ല. LK അദ്വാനിക്ക് കൂടി ഭാരതരത്നം പ്രഖ്യാപിച്ച് മോദി ഹിന്ദുത്വ ശക്തികളെ ആകെ കയ്യിലെടുത്തു. അങ്ങനെ എല്ലാം കൊണ്ടും മോദി അജയ്യനായി യാത്ര തുടരുകയാണ്. 370 എന്ന മാന്ത്രിക സംഖ്യയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അത് മറികടക്കാനാണ് സർക്കാരിന്റെ അവസാന ലാപ്പിൽ നരേന്ദ്രമോദി പൗരത്വ ഭേദഗതി നിയമം കളത്തിലിറക്കിയത്. അതോടെ പ്രതിപക്ഷം വണ്ടറടിച്ചിരിക്കുകയാണ്. കാരണം മോദി പെട്ടെന്നാണ് വിഷയങ്ങൾ മാറ്റിമറിക്കുന്നത്. ഇതിലേത് ചർച്ച ചെയ്യണം എന്ന ആശയക്കുഴപ്പത്തിലാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. ഒന്നിനെതിരെ ജനത്തെ സജ്ജമാക്കാൻ നോക്കുമ്പോഴേക്കും അടുത്ത മാലപ്പടക്കത്തിന് മോദി തിരികൊളുത്തിയിരിക്കും.
അതുകണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുകയാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയെ മൊത്തത്തിലങ്ങ് നന്നാക്കി കളയാമെന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല മോദി ഈ നാറിയ കളികളൊക്കെ കളിക്കുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതം മാത്രമാണ് BJPയുടെ ആവശ്യം. അത് മോദിയിലൂടെ എങ്ങനെയും നേടിയെടുക്കുക എന്നതാണ് RSS ലക്ഷ്യം വെക്കുന്നത്.